അപകടത്തെ പറ്റി നാട്ടുകാർ അല്ലെങ്കിൽ ഇപ്പോൾ അവിടെ നാട്ടുകാരെയൊക്കെ കാണാൻ കഴിയുന്നുണ്ട്, അവരൊക്കെ പറയുന്നത് എന്താണ്? നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. ഈ വെടിക്കെട്ട് നടന്ന അല്ലെങ്കിൽ കതിന് പൊട്ടിച്ച സ്ഥലം ഒത്തിരി ദൂരെയാണ്? അല്ലല്ല, ഇവിടെ അടുത്ത സ്ഥലം. ടെറിബിൾ സൗണ്ട് ആയിരുന്നു, ഭയങ്കര ടെറിബിൾ ആയിട്ട്. അപ്പൊ അതായിരിക്കണം പിന്നെ ആനേനെ വരെ തെറിക്കോ എന്തോ ചെയ്തതെന്ന് സംശയം ഞങ്ങൾക്ക് ദൃക്സാക്ഷികളായ ആൾക്കാർ പറയുന്നത്. ഞാൻ സംഭവം കണ്ടില്ല, എന്നാലും ഇവിടെ അടുത്താണ് വീട്. സംഭവം നേരിട്ട് ഞാൻ കണ്ടില്ല. വലിയ ശബ്ദമായിരുന്നു. ഭയങ്കര ശബ്ദം. അവസാനത്തെ അതിന്റെ ലാസ്റ്റ് ഇതെന്ന് പറഞ്ഞാൽ വെറും പടകല്ല, എന്തോ ഒരു ഗുണ്ട് എന്നാണ് പറയാ. അത്രയും ടെറിബിളായിട്ട് അങ്ങനെ അടിച്ച് മൂന്നാളിൽ ഒരുമിച്ച് പൊട്ടിയ. ആനകൾ രണ്ടുമാണെങ്കിലും അപ്രതീക്ഷിതമായിട്ട് നിൽക്കുവാണല്ലോ ഈ ശബ്ദം. പക്ഷെ ഈ ആന എന്ന് പറഞ്ഞാൽ ഒരാന മറ്റേ ആന കുത്തിയതാ. അത് ആ ബിൽഡിംഗ് പൊളിയാൻ കാരണതാ, അതിന്റെ മുകളിലേക്ക് ചാരിയിട്ട്. നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നോ ആ സമയത്ത്? എന്തിനാ വരവ് വരുന്ന വരവ് വന്നപ്പോൾ വെടിക്കെട്ട്, ചെറിയൊരു വെടിക്കെട്ട് പാവലപ്പളം പിടിച്ചാണ് കുട്ടി. ആന വിടുന്നത് മറ്റേ ആന കുത്തി, മറ്റേ ആന ഓടി. ആ വീട്ടിലെ വെള്ളം കെട്ടിടം വീഴുന്നത് വലിയ ശബ്ദം. നമ്മൾ ചെറിയ ഓലപ്പളം പിടിക്കുന്നതേ ആ സൗണ്ട്. തൊട്ടടുത്ത് ആ ട്രാൻസ്ഫോമർ ഇത് വെച്ചില്ല, വണ്ടി വെച്ചില്ലേ, ആ വണ്ടി വെച്ച് നേരെ അമ്പലത്തിന് നേരെ ബാക്കിൽ വരവ് വന്നെടുക്കുമ്പോൾ കുട്ടിക്കുന്ന പടമാണ്. രണ്ടെത്തി ഇവിടെ ഇടയിലെത്തി, രണ്ട് വരവ് ഇടയിലെത്തി. തളമ്പല്ല, അവര് താലപ്പൊലി കയറ്റാൻ വേണ്ടി തലപ്പേറ്റി കെടുക്കാൻ പോകേണ്ടി ആന പോവുകയാണ് ഇവിടുന്ന്. എന്നാണ് സംഭവിക്കുന്നത്. അല്ല, 6 ആന എനിക്ക് സംഭവിക്കണ്ടായിരുന്നു. ഇപ്പൊ 2 ആനയൊക്കെ ബാക്കി വന്നിട്ടുള്ളൂ. ഒരു പ്രശ്നമില്ല. ആനയൊന്ന് ഞെട്ടിക്കാണും അല്ലെ? അത് തന്നെ ആവണം കാരണമെന്നാണ് പറയുന്നത്. ഉണ്ടായിരുന്നു കേട്ടോ? ഉണ്ടായിരുന്നില്ല. ഇതാണ് ശ്രീജ. പെട്ടെന്ന് ഈ ആനകൾ രണ്ടും ആ ക്ഷേത്രത്തിന്റെ മുൻവശത്ത് നിൽക്കുന്നു, എതിരേൽപ്പിന് പോകാനായി തയ്യാറെടുത്ത് നിൽക്കുന്നു. ആ സമയത്ത് അപ്രതീക്ഷിതമായ ഒരു ശബ്ദം കേട്ടതാണ് ഒരു ആനയെ, ഈ പീതാംബരൻ എന്ന ആനയെ പെട്ടെന്ന് പ്രകോപിതനാക്കുകയും ആന തൊട്ട് പിന്നിലായി സമീപത്ത് തന്നെ നിലയുറപ്പിച്ചിരുന്ന ഈ ഗോകുൽ എന്ന ആനയെ കുത്തുന്നു. ഈ 2 ആനകളും പെട്ടെന്ന് ഒരു ആശയക്കുഴപ്പം ഉണ്ടാവുന്നു. ആനകൾ പരസ്പരം കൊമ്പ് കോർക്കുന്നു. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ വഴിക്കപ്പുറമാണ് ഈ ക്ഷേത്രമുള്ളത്. വളരെ പരിമിതമായ ഒരു സ്ഥലം സൗകര്യമുള്ള കാരണം നൂറുകണക്കിന് ആളുകളാണ് ഈ ക്ഷേത്രത്തിൽ വന്നിരുന്നത്. പക്ഷെ നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തിനപ്പുറം ഒരു പാർക്കിംഗ് ഗ്രൗണ്ട് കാണാം. അവിടെ ഒരുപാട് ജനങ്ങൾ ആ സമയത്ത് തിങ്ങി നിൽക്കുന്ന കലാപരിപാടികളും മറ്റുമൊക്കെ നടക്കുന്നത് ആ ക്ഷേത്ര ഗ്രൗണ്ടിലാണ്. അവിടേക്ക് കൂടുതൽ ആളുകളുണ്ടായിരുന്നു. ഒരുപക്ഷെ ആന ഇടഞ്ഞ ശേഷം ആ വഴിയിലേക്ക് പോവാതിരുന്നത് ഒരുപക്ഷെ അത്തരമൊരു വലിയ അപകടത്തിനൊരു വ്യാപ്തി ഒരുപക്ഷെ കൂട്ടാതിരിക്കാൻ കാരണമായി എന്ന് നമുക്ക് കരുതാം. ഇത് ക്ഷേത്രത്തിന് നേരെ എതിർവശത്തുള്ള വഴിയാണ്. ഈ വഴിക്കപ്പുറമാണ് ആ ഗ്രൗണ്ടുള്ളത്. ഈ സമീപ പ്രദേശങ്ങളിലൊക്കെ നിരവധി വീടുകൾ സ്ഥിതി ചെയ്യുന്ന ഇടമാണ്. ആളുകളൊക്കെ ഒരു ഭയത്തിന്റെ ഒരു എല്ലാവർക്കും പെട്ടെന്ന് ഭയന്നുപോയ ഒരു സാഹചര്യമുണ്ട്. ഇത് ദൃക്സാക്ഷികളായ നിരവധി പേരുണ്ട്. മുൻപ് 6 ആനകളെയൊക്കെ എഴുന്നള്ളിച്ചിരുന്ന ഒരു കാലം ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണയൊക്കെ ഈ നാട്ടാന പരിപാലന ചട്ടമൊക്കെ ശക്തമായി നടപ്പിലാക്കണമെന്ന കോടതി ഉത്തരവുകളൊക്കെ ഉള്ള പശ്ചാത്തലത്തിൽ കർശനമായ നിബന്ധനകൾ പാലിച്ചാണ് ഈ എഴുന്നള്ളിപ്പുകളൊക്കെ നടക്കുന്നത്. നമ്മളിപ്പോൾ കാണുന്നത് വിശാലമായ ഒരു ഗ്രൗണ്ടാണ്. ആ ഗ്രൗണ്ടിലാണ് കലാപരിപാടികളും ഒപ്പം ഇന്നലെയുള്ള എഴുന്നള്ളത്തിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത്. ഒപ്പം നമുക്ക് കാണാം, ഈ നേരത്തെ അനുമോദ് പറഞ്ഞതുമായി ചേർത്തൊക്കെ വായിക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളാണ്. ഇത് അകാലത്തിൽ പൊലിഞ്ഞുപോയ ഭാവി ഉയരക്കാരൻ വേണാട്ടുമറ്റം ശ്രീകുമാറിനും പ്രണാവും എന്ന കാട്ടുവയൽ ആനപ്രേമി സംഘത്തിന്റെ ഒരു ഫ്ലക്സ് ബോർഡാണ്. അതായത് ഒരു ആന, ചെരിഞ്ഞ ആനയ്ക്ക് ഈ ആദരവ് അർപ്പിച്ചുകൊണ്ടുള്ള ഒരു ഫ്ലക്സ് ബോർഡ്. അതിന്റെ തൊട്ട് സമീപത്ത് തന്നെ നമുക്ക് വീണ്ടും ഫ്ലക്സ് കാണാം. അതായത് ഈ സിനിമാ താരങ്ങളുടെയൊക്കെ പോലെ ഉയരത്തിൽ ഘടിപ്പിച്ചിരിക്കുന്ന വേറൊരു ഫ്ലക്സ് ബോർഡ് കാണാം. അതും ഈ കാട്ടുവയൽ ആനപ്രേമി സംഘത്തിന്റെയാണ്. ഇത് വാട ബാലനാട അമ്പാടി ബാലൻ എന്നൊക്കെ പറഞ്ഞു. ഈ യുവരാജ രൗദ്ര സൂര്യൻ എന്ന പേരിൽ അമ്പാടി ബാലൻ എന്ന ആനയുടെ ഒരു പടുകൂറ്റം ഫ്ലക്സ് കാണാം. അളവന്ന ആയുധം കൊണ്ട് എതിരെ വന്നവനെ നിലവന്ന വജ്രായുധം കൊണ്ട് ഏത് ഒമ്പനെയും കീഴടക്കാം. ഈ തരത്തിലൊക്കെയാണ് ഈ ആന സ്നേഹികൾ ഇത്തരം കാര്യങ്ങളെ, അതായത് ഈ സിനിമാ താരങ്ങൾക്കുള്ള ഒരു പ്രീതിയൊക്കെ പോലെ തന്നെ അത്തരം ഒരു മത്സരം നടക്കുന്നു. അതുകൊണ്ട് അമ്പല കമ്മിറ്റിക്കാരൊക്കെ ഏറ്റവും തലപ്പൊക്കമുള്ള ആനയെ പങ്കെടുപ്പിക്കുക എന്നതാണ് അവരുടെ ഓരോ വർഷത്തെയും
ശ്രദ്ധ. ഏത് ദേശക്കാരാണ് കൂടുതൽ തലയെടുപ്പുള്ള കൊമ്പനെ അല്ലെങ്കിൽ കൂടുതൽ പേരും പെരുമയുമുള്ള കൊമ്പനെ കളത്തിലിറക്കുന്നത്, അവർക്ക് കൂടുതൽ പിരിവ് ലഭിക്കുന്നു, അവർക്ക് കൂടുതൽ ഭക്തജനങ്ങൾക്കിടയിൽ ഒരു അന്തസ്സ് ലഭിക്കുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെയാണ് പലപ്പോഴും ഈ അനാവശ്യമായ ആന മത്സരങ്ങളിലേക്ക് കാര്യങ്ങൾ നീക്കുന്നത്. നമ്മൾ ഇന്നലെ കണ്ട അപകടം നടന്ന ക്ഷേത്രത്തിന്റെ മീറ്ററുകൾ മാത്രം മാറി വെച്ചിരിക്കുന്ന ഫ്ലെക്സ് ബോർഡുകളാണ്. സിനിമാ താരങ്ങളുടെ ഫ്ലെക്സിനെ വെല്ലുന്ന ഉയരമുള്ള ഫ്ലെക്സ് ബോർഡുകൾ വെച്ചിരിക്കുന്നു. ഇത്തരം ആനപ്രേമികൾ തന്നെയാണ് പലപ്പോഴും അനാവശ്യ മത്സരങ്ങളിലേക്കും അഥവാ ഇനിയും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉള്ള ആനകളെയൊക്കെ വീണ്ടും എഴുന്നള്ളിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്കുമൊക്കെ എത്താൻ ഈ ഭാരവാഹികളെ പ്രേരിപ്പിക്കുന്നത്. ഇത്തരം അന്ധമായ ആനസ്നേഹം തന്നെയാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള പല പ്രശ്നങ്ങൾക്ക് പിന്നിൽ ഉള്ളതും. ശ്രീജ. MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. നേരത്തെ പറഞ്ഞതുപോലെ ഇനി വലിയ സാംസ്കാരിക ബോധവും ബുദ്ധിയും ഒക്കെയുള്ള നമ്മൾ മനുഷ്യന്മാരാണ് ആലോചിക്കേണ്ടത്. ഈ വന്യമൃഗമായ ഒരു ആനയെ നേരത്തെ അനുമോദ് പറഞ്ഞതുപോലെ തന്നെ മെരുക്കിയെടുത്ത് കൂടെ കൊണ്ട് നടക്കുമ്പോൾ അതിന് പ്രകോപനം എപ്പോൾ വരുമെന്ന് നമുക്കറിയില്ല. അങ്ങനെ പ്രകോപിതരായാൽ ആ ആന എന്ത് ചെയ്യുമെന്നും നമുക്കറിയില്ല. അറിഞ്ഞുകൊണ്ട് വിളിച്ചു വരുത്തുന്ന ആപത്തിലേക്ക് നമ്മൾ ഇനിയും എത്ര ദൂരം പോകേണ്ടതുണ്ട്, എത്ര അടുത്ത് നമ്മൾ പോയി നിൽക്കേണ്ടതുണ്ട് ആ ആപത്തിൻ്റെ എന്നത് നമ്മളാണ് ആലോചിക്കേണ്ടത്. ആചാരപരമായ ചടങ്ങുകളൊക്കെ നടക്കട്ടെ, അപ്പോൾ പോലും ഇത് ആഘോഷമാക്കി മാറ്റുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ ജീവികളും കടുത്ത സമ്മർദ്ദത്തിലാണ് എന്നതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഇന്നലെയും സംഭവിച്ചത് അതാണ്. അപ്രതീക്ഷിതമായി കേട്ട ശബ്ദമാണ് ആന അവിടെ പരിഭ്രാന്തരാകാനും മറ്റൊരാനയെ കുത്താനും അതിനുശേഷമുണ്ടായ അപകടങ്ങൾക്കുമൊക്കെ കാരണമെന്ന് പറയുമ്പോൾ അറിഞ്ഞുകൊണ്ട് ഒഴിവാക്കാവുന്ന അപകടങ്ങളെ നമ്മൾ ഇനിയും എത്ര കാലം ആ അപകടങ്ങളുടെ അടുത്ത് തന്നെ പോയി നിൽക്കണം എന്ന് നമ്മൾ തന്നെ ചിന്തിക്കേണ്ട കാര്യമാണ്. മറ്റു